ഇനി ഇവന്മാരെ അങ്ങനെ വിടാൻ പറ്റില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിശാലമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങൾ കാണാൻ കഴിയാതെ പോകുന്നത്? സൗകര്യമില്ല. ഇവിടെ ഈ ചില ജന്മങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില ജന്മങ്ങൾ സഹപാനലിസ്റ്റുകളായി വന്നിരിക്കുന്നതിനകത്ത് എനിക്ക് പശ്ചാത്താപമുണ്ട്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഈ ജന്മങ്ങൾ പറയുന്നത് തെറ്റുപറ്റാത്തതായിട്ട് അല്ല. അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഇതേ വാചകം പറഞ്ഞപ്പോൾ താങ്കൾക്ക് പൊള്ളിയില്ലേ? എന്നോട് ക്ഷമിക്കണം. താങ്കൾക്ക് പൊള്ളിയില്ലേ? എനിക്ക് പൊള്ളി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? ജന്മം എന്നൊരു വാചകം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ജന്മം എന്നൊരു വാചകം ഞാൻ ഏതെല്ലാം വൊക്കാബുലറി ഉപയോഗിക്കണമെന്ന് താങ്കൾ എന്റെ അണ്ണാക്കിലേക്ക് തിരികെ തരണ്ട. ഞാൻ പറഞ്ഞോളാം. എനിക്ക് പറയാൻ അറിയാം. താങ്കൾ അതുകൊണ്ട് താങ്കളുടെ അവസരത്തിൽ ഇടപെട്ടാൽ മതി. എന്റെ സഹപാനലിസ്റ്റായി ഇതുപോലെ ചില മനുഷ്യ ജന്മങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചർച്ചയിൽ ഇരിക്കുവാൻ കഴിയുന്നതിന് എനിക്ക് പ്രയാസമുണ്ട്. പ്രശ്നം തീർന്നല്ലോ. ഇതുപോലുള്ള ചില മനുഷ്യ ജന്മങ്ങൾ, ആ മനുഷ്യജന്മം പറയുകയാണ് തെറ്റുപറ്റാത്തവരെ ആരെങ്കിലും ഉണ്ടോ മനുഷ്യന്മാരിലൊന്ന്? അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോകാം. കാരണം ആ മനുഷ്യജന്മത്തിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ സഹോദരിയല്ല. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇതൊരു നടത്തു പോണ മാതിരില്ല. ഒരു മാനസിക രോഗിയായ അല്ലെങ്കിൽ ലഹരി കടിപ്പെട്ട ഒരുത്തന്റെ തോന്നിവാസത്തിന് കൊല്ലപ്പെട്ട് മൃതശരീരമായി കിടന്ന് ഇന്ന് വെന്ത് വെണ്ണീറായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സഹോദരിയല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആരുമല്ല, അദ്ദേഹത്തിന് ഉറ്റവരല്ല, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആരുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് പറയാം, മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. ഞാൻ താങ്കൾ ഒരു പരസ്യം വായിച്ച് കേൾപ്പിക്കാം. എന്താണെന്ന് അറിയാമോ? ആദ്യ ദിന കൊച്ചി വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ചത് 6589 യാത്രക്കാർ. പിണറായി സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ. 6589 യാത്രക്കാർ ഈ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്ത ആദ്യത്തെ ദിവസം. അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി പിണറായി സർക്കാരിനുള്ളതാ. പറച്ചിൽ കേട്ടാൽ പിണറായി സർക്കാർ ഓരോരുത്തരെ വിളിച്ച് നിർത്തിയിട്ട് ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടാണല്ലോ കയറ്റിവിട്ടത്, അല്ലല്ലോ? അവനവന്റെ പണത്തിനല്ലേ പോയത്. അതിന് ഉത്തരവാദിത്വം ക്രെഡിറ്റ് നിങ്ങൾക്ക് വേണം. ഒരുപാട് പഴയ കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട സഹോദര. ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാരിന്റെ കാലത്തല്ലേ ഡോക്ടർമാർക്ക് കേരള യാത്ര നടത്തേണ്ടി വന്നത്? സാധാരണ നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന യാത്ര പോലെ ഇവർ യാത്ര നടത്തുക എന്തിനു വേണ്ടിയിട്ടാ? ഞങ്ങൾ കൊല്ലപ്പെടുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേരള യാത്ര നടത്തി നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത്. നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ ചേട്ടൻ സെന്റിമെന്റലായി. ഇതാ ചേട്ടന്റെ കുഴപ്പം. ഈ കൊല്ലത്ത് തന്നെ, ഈ കൊട്ടാരക്കര ആശുപത്രി ഇരിക്കുന്ന കൊല്ലത്ത് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടർക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോ IMA തന്ന പരാതി നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിപ്പുണ്ട്. ആ ആരോഗ്യമന്ത്രിയുടെ അടുത്തൊന്ന് വായിച്ചു നോക്കാൻ പറയണം. എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ വല്ലാതെ പറയുന്നുണ്ടല്ലോ. മാതൃഭൂമിയുടെ ടാഗ്ലൈന്റെ പിന്നാലെയാണോ ഞങ്ങൾ പോയത്? ഞാൻ ചോദിച്ചോട്ടെ, ഈ IMA കൊടുത്തൊരു പരാതി കിടപ്പുണ്ട്. അതായത് ഞങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടും എന്ന് ഒരാഴ്ച മുൻപ് കൊല്ലത്ത് നിന്ന് കൊടുത്ത പരാതി. ആ പരാതിന്മേൽ എന്ത് ആക്ഷൻ എടുത്തത്? വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് പറഞ്ഞ പോലെ ആയി. ആരോഗ്യമന്ത്രി എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞല്ലോ. മാതൃഭൂമിക്ക് തെറ്റ് പറ്റിയോ ഇല്ലെന്ന് മാതൃഭൂമി തീരുമാനിച്ചാൽ മതി. പക്ഷെ എന്റെ കാതിൽ കേട്ട, എന്റെ കണ്ണിൽ കണ്ട വാർത്തയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറയുകയാണ് ആ കുട്ടിക്ക് അവരെന്നെ എടുക്കും. ഓടോ കരയാണ്ട്. ആരോഗ്യമന്ത്രി എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആ ആരോഗ്യമന്ത്രി എക്സ്പീരിയൻസിനെ പറ്റി പറയുന്ന വാചകം എവിടെ ഇതൊക്കെ ശമ്പളം വാങ്ങി തിന്നല്ലാണ്ട് പത്രം വായിക്കുന്ന പതിവില്ലല്ലോ. കള്ളം പറഞ്ഞവരെ പറയാം. കള്ളം പറഞ്ഞവരെ കൈയോടെ പിടികൂടിയതിന് തെളിവ് ഞാൻ പറയാം. മന്ത്രി പറയുകയാണ് ഫേസ് ടു ഫേസ്. താങ്കൾക്ക് ആ വിഷ്വൽ കാണണമെങ്കിൽ മാധുരോട് പറഞ്ഞാൽ മതി, കേൾപ്പിക്കും. അതല്ല ഞാൻ കാണിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെ ആ കുട്ടി മരിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് അവരുടെ എക്സ്പീരിയൻസ് ബാധകമാകുന്നത്? ഏത് കോണ്ടെക്സ്റ്റ്? നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് പറയൂ. ആരോഗ്യമന്ത്രി ആ വാചകം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിഷേധിച്ചാൽ ഞാൻ അതിന് തെളിവ് തരാം. നിനക്ക് ആരോഗ്യമന്ത്രി പറയുകയാണ്, അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് കുറവാണ്, പകച്ചുപോയി. അത് പറയേണ്ടുന്ന കോണ്ടെക്സ്റ്റ് എന്താണ്? ഇനി ആ ഡോക്ടർമാരോടും ആരോഗ്യമന്ത്രിയല്ലേ തിരുത്തേണ്ടത്? എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു അക്രമി വന്നു കഴിഞ്ഞാൽ, ആക്രമിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥരെ വരെ കുത്തുകൊണ്ട് കിടക്കുക, ആ കുട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കേണ്ടതിന് പകരം എന്ത് കാരണത്തിന്റെ പേരിലാണ് ആരോഗ്യമന്ത്രിക്ക് അത് കോട്ട് ചെയ്യേണ്ടി വരുന്നത്? തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ.
ഇനി ടങ് സ്ലിപ്പ് അല്ലാത്തൊരു കാര്യം പറയാം. താങ്കൾ പറഞ്ഞല്ലോ കള്ളം പറയുന്നത്, പ്രതിപക്ഷ നേതാവിനെ കള്ളം പറയുന്നത്, നട്ടാൽ കിളിക്കാത്ത നുണ പറഞ്ഞ ഈ കൊലപാതകത്തിന്റെ വരെ ഉത്തരവാദി കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണെന്നുള്ള ഒരു തെളിവ് ഞാൻ പറയാം. അടച്ചുപിടി ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. പറയാം 2021 ഓഗസ്റ്റ് 21 ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയാണ്. എല്ലാ ആശുപത്രിയിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണം, വിമുക്ത ഭടന്മാരെ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണം, സുരക്ഷ അതിശക്തമായ രീതിയിൽ പുനഃസ്ഥാപിക്കണം. ശരിയായി വരുന്നു. ഈ നൂറ്റാണ്ടിൽ അങ്ങനെ നടക്കോ? എന്നിട്ട് വേണം എനിക്കൊരു ലോണിന് അപേക്ഷിക്കാൻ. 2023 മാർച്ച് 16 കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ നിയമസഭയിൽ വന്ന് പച്ചക്കള്ളം പറയുക. ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചു കേരളത്തിലെ ആശുപത്രികളിൽ. ഞാൻ പെട്ടു ഇല്ലേ? നിയമസഭയിൽ വന്ന് ആദ്യമായിട്ടാണോ കള്ളം പറയുന്നത്? കോവിഡ് കാലത്ത് മരിച്ച ആളുകളുടെ കണക്കിന്റെ കള്ളം പറഞ്ഞു തുടങ്ങിയത് തൊട്ട് ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകത്തിന്റെ വരെ ഉത്തരവാദിത്തം, ധാർമ്മികമായ ഉത്തരവാദിത്തം അവരേറ്റെടുക്കണം. അതിനു പകരം അവർ വന്നിട്ട് ആ കുട്ടിയുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയുക. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.